ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു തനി നാടൻ കറിയാണ്. എൻ്റെ ചെറുപ്പത്തിലൊക്കെ നമ്മൾ കഞ്ഞി കുടിക്കുകയാണെങ്കിൽ, വൈകിട്ടോ രാവിലെ കഞ്ഞി കുടിക്കുകയാണെങ്കിൽ വീട്ടിൽ ഉണ്ടാക്കാറുള്ളൊരു കറിയാണിത്. അപ്പോൾ നമ്മളിതിന് ഉപയോഗിക്കുന്ന എല്ലാം തന്നെ നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളാണ്. ഇതിനു വേണ്ടി നമ്മൾ കുറച്ച് ചേന, കാച്ചിൽ, ചേമ്പ്, ഏത്തയ്ക്ക ഈ സാധനങ്ങൾ ഒരു സ്ക്വയർ ഷേപ്പിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കപ്പയോ എന്ത് കിഴങ്ങുകളോ എന്ത് വേണമെങ്കിലും ഇതിനകത്ത് ഉപയോഗിക്കാം. ഇതെല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ട് നമ്മൾ ഈവനിങ്ങിലൊക്കെ ശകലം കഞ്ഞി ഉണ്ടാക്കുകയാണെങ്കിൽ, കഞ്ഞി കുടിക്കാൻ ഇഷ്ടമുള്ളൊരു കഞ്ഞി ഉണ്ടാക്കുകയാണെങ്കിൽ അതിനോട് നമുക്ക് ഉപയോഗിക്കാവുന്നൊരു നല്ല കറിയാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കറിയാണ്. അതിനുവേണ്ടി ഞാൻ കുറച്ച് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു അരമുറി തേങ്ങ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. കുറച്ച് ജീരകം, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് പച്ചമുളക്, ഇത്രയും സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ പകുതി തേങ്ങയെ നമ്മൾ അരയ്ക്കാൻ ഉപയോഗിക്കുന്നുള്ളൂ, പകുതി വറുത്തിടുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങളെല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ആവശ്യത്തിനുള്ള നമ്മളെടുത്ത കണ്ടൻറ്റിന് ആവശ്യത്തിനുള്ള മുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് വേവിക്കാൻ ഒരു 10-15 മിനിറ്റ് വയ്ക്കുക. അടച്ചു വെച്ച് വേവിക്കുക. ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയുടെ 1/4 ഭാഗം തേങ്ങയും കുറച്ച് വെളുത്തുള്ളിയും എടുത്തു വെച്ച ജീരകവും കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്ത് ഒരു 1/4 ഭാഗം അരച്ചെടുക്കുക. ഒരുപാടങ്ങ് അരയരുത്, ഒരു 1/4 ഭാഗം ഇതെല്ലാം കൂടെ എടുത്ത് അരച്ചെടുക്കുക. ഇപ്പോൾ കാണാം നമ്മുടെ കഷ്ണങ്ങൾ ഒരു 80% വെന്ത് കഴിഞ്ഞ കഷ്ണങ്ങൾക്കകത്തേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ഇട്ടിട്ട് ഇളക്കരുത്. അരപ്പിട്ട് അടച്ച് 1 മിനിറ്റ് വെച്ച് വീണ്ടും വേവിക്കുക. അരപ്പിട്ട് ഒന്ന് വെന്ത് കഴിയുമ്പം അതിനെ നന്നായിട്ട് ഇളക്കി ഒരു 3-4 മിനിറ്റ് വേവാൻ അനുവദിക്കുക. ഞാൻ ഇതിനകത്തേക്ക് ഒരു 2 പച്ചമുളക് കീറിയിടുന്നുണ്ട്. ഇത് കംപ്ലീറ്റ് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ കീറിയിട്ടാൽ മതി. അപ്പോൾ ഇത് തിളച്ച് ശകലം നേരം തിളയ്ക്കാൻ അനുവദിക്കുക. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിനകത്തേക്ക് കുറച്ച് ഉണക്കമുളകും കറിവേപ്പിലയും ഇട്ടതിന് ശേഷം നമ്മൾ എടുത്തു വെച്ച തേങ്ങയ്ക്കകത്ത് 1/4 നമ്മൾ ആദ്യം അരച്ച് ചേർത്തായിരുന്നു. ബാക്കിയുള്ള തേങ്ങ ഇതിനകത്തിട്ട് ഈ വറുത്തെടുക്കുക. ഈ വെളിച്ചെണ്ണയ്ക്കകത്തിട്ട് ഒരു നന്നായിട്ട് വറുത്ത് എടുക്കുക. അതിനുശേഷം നമ്മൾ വറുത്ത് കോരിയ തേങ്ങായും ഉണക്കമുളകും കറിവേപ്പിലയും എല്ലാം കൂടെ കറിക്കകത്തേക്ക് ഇട്ട് ഒന്ന് ഇളക്കുക. നല്ല സ്വാദിഷ്ടമായ കറിയാണ്. കഞ്ഞിയുടെ കൂടെ വളരെ പെർഫെക്റ്റാണ് കഴിക്കാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾക്കെല്ലാം ഈ കറി ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ സ്വാദിഷ്ടമായ കറിയാണ്. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു വെരി മച്ച്.